നമ്മളൊരു വീട് നിർമ്മിക്കുമ്പോൾ വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ് ഇന്റീരിയർ. ഇന്റീരിയർ നേരെ ആയാലാണ് അതിനൊരു ഫുൾഫിൽനെസ് കിട്ടും. അപ്പോൾ ഇന്റീരിയർ ചൂസ് ചെയ്യാനുള്ള റീസൺ, അതുമാതിരിയുള്ള റിക്വയർമെന്റ്സ് ഒക്കെ എന്തൊക്കെയായിരുന്നു? ഇൻറ്റീരിയർ ഡിസൈനിങ്ങിൻ്റെ സമയത്ത് തന്നെ നമ്മൾ ഇൻറ്റീരിയർ ഡിസൈനിങ് സെക്ഷൻ സ്റ്റാഫായിട്ട് കോൺടാക്ട് ചെയ്തിരുന്നു. അത് ഞാൻ പോകുന്നതിന് മുന്നേ തന്നെ ഞാൻ അവരെ കണ്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് എന്തൊക്കെ വേണം എന്നുള്ളത്. അപ്പം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ പറഞ്ഞത് എനിക്ക് സ്റ്റോറേജ് സ്പേസ് നല്ലോണം വേണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ പറഞ്ഞ ഒരു കാര്യമായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് കുറേ ഷോ പീസ് സാധനങ്ങൾ വെക്കാൻ പാകത്തിനുള്ള ഷെൽഫ് വേണം എന്ന് പറഞ്ഞു. പിന്നെ എൻ്റെ റിക്വയർമെൻറ്റ്സ് ഞാൻ പറഞ്ഞപ്പം ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ട്രെൻഡ് അനുസരിച്ചിട്ടുള്ള ചേഞ്ചസ് അവരെനിക്ക് പറഞ്ഞു തരണ്ടായിരുന്നു. ഇപ്പം ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഫ്രിഡ്ജിൻ്റെ സ്പേസ് നേരത്തെ എനിക്കിഷ്ടം ഓൾ മൗണ്ടഡ് കൈൻഡ് ഓഫ് ഉള്ളിലേക്ക് നീങ്ങിയിട്ടുള്ള ടൈപ്പ്. അപ്പം അത്രയും സ്പേസ് നമുക്ക് അകത്ത് ഫീൽ ചെയ്യും എന്നുള്ളൊരു കോൺസെപ്റ്റ് ആയിരുന്നു എൻ്റെ. പക്ഷെ ആ സമയത്ത് അപ്പം അവർ പറഞ്ഞു അതൊക്കെ ഇപ്പം അത്രയും ഔട്ട് ഓഫ് ഫാഷൻ ആയി. പിന്നെ ഇപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഷെൽഫ് ഷെൽഫ് വെച്ചിട്ട് അവിടെ നമ്മൾ ഫ്രിഡ്ജ് സെറ്റ് ചെയ്യാറാണ് ചെയ്യുന്നത്. പിന്നെ എനിക്ക് അതിൻ്റെ പിക്ചേഴ്സൊക്കെ അവർ അയച്ചു തന്നു.